വിചാരിച്ചതൊന്നും നടന്നത് വേറൊന്ന്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലാനൊക്കെ ആ വസു കാരണം ഇല്ലാതായി. അവളെ അപമാനിക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇപ്പൊ തിരിച്ചായല്ലോ. ചെറിയമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കഴുത്തിന് പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ ചെകിട് ഞാൻ പൊട്ടിച്ചേനെ. നീ ആരോടാ സംസാരിക്കുന്നേന്ന് അറിയാമോ നിനക്ക്? അറിയാവുന്നോണ്ടാ ഞാൻ പറയുന്നേ. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കില്ലായിരുന്നു. കൈകൊണ്ട് ഞാനൊരു പാഠം പഠിപ്പിച്ചേനെ. അതിന് ഞാനെന്താ ചെയ്തേ? മോഷ്ടിക്കാൻ വന്ന സ്ത്രീ നിങ്ങളുടെ ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ, നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളല്ലേ. എന്നിട്ടാണോ നിങ്ങൾ ഈ ചീപ്പ് പരിപാടിക്ക് നിൽക്കുന്നേ? നാണല്ലേ നിങ്ങൾക്ക്? നാണം കിട്ടി തന്നെയാ നിൽക്കുന്നേ. നിനക്കൊരടി തരാൻ പറ്റാതെ തോറ്റുപോയല്ലോ എന്നോർത്ത് വിഷമിച്ച് തന്നെയാ നിൽക്കുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നോട് വേണം ചെയ്യാൻ. എന്തിനാവശ്യമില്ലാതെ എന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ചെയ്യുന്ന ഈ പൂജയെ നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നേ? എന്തിനാണെന്നാണോ? ഈ പൂജ നിന്റെ കൈകൊണ്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ. നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന പൂജ മുടങ്ങി പോവുകയാണെങ്കിൽ നിനക്ക് ചീത്തപ്പേര് വരും, അതുകൊണ്ട് തന്നെ. എനിക്ക് ചീത്തപ്പേര് വന്നാ അതിലും നിങ്ങൾക്ക് എന്ത് ലാഭമാ കിട്ടുന്നേ? എനിക്കല്ല, എന്റെ മകൾ കാർത്തികയ്ക്ക് നല്ലത് വരും. നിന്നെ താഴ്ത്തി കെട്ടിയാ മാത്രമേ എന്റെ ബേബിക്ക് ഉയരാൻ പറ്റൂ. മോം, എന്താ ഇത്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് ചെറിയമ്മേ? കാർത്തിക നിങ്ങൾക്ക് മകളാണെങ്കിൽ അവൾ എനിക്ക് അനിയത്തിയാ. അവള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ലെന്നാണോ? കല്യാണത്തിന് മുന്നേ കാർത്തികയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവും പറഞ്ഞു കൊടുത്തില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ വേലക്കാരുണ്ട്, ഒരുപാട് പണവും ഉണ്ട്. പക്ഷേ എത്രയൊക്കെ പണമുണ്ടെങ്കിലും അവരവരുടെ ജോലി അവരവർ തന്നെ ചെയ്യേണ്ടത്. കാർത്തികയ്ക്ക് വീട്ടുജോലി ചെയ്യാൻ ഇപ്പോഴും അവൾക്ക് അറിയില്ല. അറിഞ്ഞോ അറിയാതെയോ അവൾ ചെയ്ത കാര്യങ്ങളിൽ നഷ്ടം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാ എന്റെ അമ്മ കാർത്തികയെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാത്തത്. എന്നും പറഞ്ഞ് കാർത്തികയെ ഒരിക്കലും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. അവൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സമയം കൊടുക്കുക. അല്ല, ചേച്ചിയുടെ അനിയത്തിയുടെ കാര്യത്തിൽ തലയിടാനായി നിങ്ങളാരാ? ഞങ്ങള് 3 പേരിൽ ആരും ഉയർന്നവരും അല്ല താഴ്ന്നവരും അല്ല. ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കണ്ണില് ഞങ്ങൾ എല്ലാവരും തുല്യരാ. ഇതൊക്കെ നിങ്ങളോട് വ്യക്തമായി പറയുന്നത് എന്തിനാണെന്നോ? ഇനി ഒരിക്കൽ കൂടെ ഇതുപോലുള്ള മണ്ടത്തരം കാണിക്കാതിരിക്കാൻ. അല്ല, ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നീ എന്ത് ചെയ്യൂടി? ആഫ്റ്റർ ഓൾ മണ്ണി പണിയെടുത്തോണ്ടിരുന്നവളല്ലേടി നീ? മണ്ണില് പണിയെടുത്തവൾ ആയതുകൊണ്ട് തന്നെയാ പറയുന്നേ. അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞയക്കും. എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ആരാണെന്നറിയാമോ? എത്രമാത്രം സമ്പാദ്യം ഉണ്ടെന്നറിയാമോ? എന്റെ ഭർത്താവ് നിങ്ങളെക്കാൾ 100 മടങ്ങ് സമ്പാദിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ? ഞാൻ വിചാരിച്ച നിന്റെ ജീവിതം എവിടെ എത്തുമെന്നറിയോ നിനക്ക്?
ഞാനൊന്ന് വിചാരിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മകളുടെ ജീവിതം എന്തായി തീരുമെന്ന് അറിയാമോ? ദേവിയുടെ വിഗ്രഹം കാണാതായതിനു പിന്നിൽ നിങ്ങളുടെ കൈകളാണെന്നും നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നും ഒക്കെ എന്റെ അമ്മയോടും അച്ഛനോടും പോയി പറഞ്ഞ ബന്ധുവാണെന്ന് പോലും നോക്കാതെ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അഖില് നിങ്ങളുടെ മകൾക്ക് ഡിവോഴ്സ് കൊടുക്കും. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഒരു ആർമിയുണ്ട്. എന്റെ കുടുംബം തന്നെയാണ് എന്റെ ബലവും ധൈര്യവും ആർമിയും. ഈ കുടുംബത്തിൽ അംഗമായിരിക്കുന്ന കാർത്തികയെ നശിപ്പിക്കണമെന്നും പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാലും ഞാൻ അവരെ വിടില്ല. ഇപ്പൊ തന്നെ എന്റെ മകൾ അനുവിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊക്കെ ആവർത്തിച്ചാൽ അതേ കത്തി നിങ്ങളുടെ കഴുത്തിലേക്ക് ഞാൻ വയ്ക്കും. എന്നെ നിങ്ങൾക്ക് എപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരിക്കലും എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടരുത്. അങ്ങനെ വന്ന ഈ വസുവിന്റെ ദേഷ്യം താങ്ങാൻ നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ടോ സാധിച്ചെന്ന് വരില്ല. ആരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. മൈൻഡ് ഇറ്റ്. വെള്ളം കുടിക്കും മോം. വേഗം കുടിക്ക. Are you okay, Mom? Are you all right? ആരടി ഇവള്? എവിടുന്നാ വന്നത്? എനിക്ക് തന്നെ വാണിംഗ് തന്നിട്ട് പോന്നു. ഞാൻ ആരാണെന്ന് അവൾക്ക് അറിയാമോ? നമുക്കാണ് വസുവേട്ടത്തിയെ പറ്റി അറിയാത്തത് മോം. വസുവേട്ടത്തിയെ നമ്മളാ വില കുറിച്ച് കണ്ടത്. മോം എന്തായാലും ഇവിടുന്ന് പോകാൻ നോക്ക്. എന്തിനാണ് ഇങ്ങനെ പേടിച്ചു കിടക്കുന്നത്? എന്താ മോം ഭയപ്പെടുന്നില്ലേ? മോമിനെ വെള്ളം കുടിപ്പിച്ചില്ലേ? നല്ല സമയം. ഈ പ്ലാനില് എനിക്ക് പങ്കുണ്ടെന്ന് വസുവേട്ടത്തിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഞാനും ഇപ്പൊ വെള്ളം കുടിക്കേണ്ടി വന്നേന്. ഫസ്റ്റ് മോം ഇവിടുന്ന് പോയേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന എന്താ കുഴപ്പം? എന്താ ഇനിയും വെള്ളം കുടിക്കണമെന്നുണ്ടോ? പറയുന്നത് കേൾക്ക് മോം. ഓക്കെ ബേബി, ഓൾ റൈറ്റ്. പക്ഷെ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്.
അയ്യോ, ഏട്ടൻ എന്തിനാ കൊണ്ടുവന്നേ? കൊണ്ടുവന്നാലെന്താ? അല്ല, ഞാൻ തന്നെ താഴേക്ക് വരുമായിരുന്നല്ലോ. താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഭക്ഷണം കഴിക്കും. താൻ എങ്ങനെ കഴിക്കും? അതെന്ത് ചോദ്യം ഏട്ടാ? എന്നും കഴിക്കുന്ന പോലെ കഴിക്കും. എന്നാ കഴിക്കുന്ന കാണട്ടെ. കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ തന്നെ വാരിത്തരാം. സമാധാനമായിട്ട് കഴിക്കാം. ഏട്ടൻ വാരിത്തരാന്നോ? എന്താ, ഞാൻ വാരിത്തന്നാ കഴിക്കില്ലേ? അങ്ങനെയല്ല ഏട്ടാ. ഏട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേന്ന്? അതിലെന്ത് ബുദ്ധിമുട്ടാ? തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. എന്തിനാണോ അനുവിന് വേണ്ടി അത്രയും വലിയ റിസ്ക് എടുത്ത്? എന്ത് ചോദ്യം ഇത്? അനു എന്റെ മകളാ. അവൾക്ക് ആപത്ത് സംഭവിക്കുമ്പോ ഞാൻ എങ്ങനെയാ അത് കണ്ടോണ്ട് നിൽക്കുന്നേ? അവിടെ അതിനെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ താൻ റിസ്ക് എടുത്ത്? തനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അനുവിന് ഒരു ആപത്തും ഉണ്ടാകരുതെന്ന് കരുതി. താൻ വലിയൊരു റിസ്ക് തന്നെ എടുത്തത്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന്റെ അമ്മയാകണമെങ്കിൽ പ്രസവ വേദന അനുഭവിച്ചേ മതിയാകൂ. പ്രസവിച്ച കുഞ്ഞിനൊരു അമ്മയാകണമെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ഇന്ന് ഞാൻ ചെയ്തതും അത് തന്നെയാ. അനുവിന്റെ സ്വന്തം അച്ഛനാ നിങ്ങള്. എന്നെക്കാളും അനുവിന്റെ മേലുള്ള ഉത്തരവാദിത്വം ഏട്ടനാ. പക്ഷേ ഏട്ടനെക്കാളും അധികമായി ഞാൻ റിസ്ക് എടുത്താൽ മാത്രമല്ലേ അനുവിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുള്ളൂ ഏട്ടാ. എന്നും പറഞ്ഞു തന്റെ ജീവൻ തന്നെ പണയം വെക്കുവോ? സ്ത്രീകൾ ഓരോ തവണ പ്രസവിക്കുമ്പോഴും അവർക്കൊരു പുതിയ ജന്മം കിട്ടുന്ന പോലെയാ. ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനായി അവര് മരണവേദന അനുഭവിക്കുന്നു. അനുവിന് വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ലാന്ന് കരുതി. അവൾ എന്റെ ഉദരത്തിൽ പിറന്നവളല്ല. എന്നാലും ഈ ജന്മത്തിലെ അവളുടെ അമ്മ ഞാൻ തന്നെയല്ലേ ഏട്ടാ. അമ്മ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തോടൊപ്പം ജീവനും കൊടുക്കുന്നവളായിരിക്കും. താൻ വളരെ ഗ്രേറ്റാ. അനുവിനെയും കീർത്തിയും അവരെ നന്നായിട്ട് നോക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ താൻ അതിനും മുകളില. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ആരുമില്ല ഏട്ടാ. എന്നാലും ഞാൻ അവരുടെ അമ്മയാ, അത്രേ ഉള്ളൂ.
എനിക്ക് ഇഷ്ടപ്പെട്ടടോ. എന്താ പറഞ്ഞേ? അല്ല, തന്റെ വർത്തമാനം എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ. താൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ ലൈക്ക് യു വസു. എന്താ? അത് തന്റെ വർത്തമാനവും പ്രവൃത്തികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നുവെച്ചാ ഇതിന് മുന്നേ ഇഷ്ടമില്ലായിരുന്നു എന്നാണോ? എനിക്ക് തന്റെ മേലൊരു ബഹുമാനമുണ്ട്. ഇപ്പോ ആ ബഹുമാനൊക്കെ പോയി എന്നാണോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച. തന്നോട് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് താൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നുന്നു. തന്നെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് എനിക്ക് പുകഴ്ത്തണമെന്നുണ്ട്. ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല ഏട്ടാ. സത്യം പറയുവാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയുള്ളവളാ ഞാൻ. എന്നെ ഏട്ടൻ പുകഴ്ത്തേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ മതി ഏട്ടാ, വയറാകെ നിറഞ്ഞു. ഈ ഒരു ഉരുളയും കൂടെ, ലാസ്റ്റ് ഉരുള, ഒരേ ഒരു ഉരുള. വാ തുറക്ക്, കഴിക്കാം. ഇനി വെള്ളം കുടിക്കാം. ഒരുപാട് താങ്ക്സ് ഏട്ടാ. അല്ല, ഏട്ടൻ കഴിച്ചോ? കഴിച്ചു. സത്യം പറ, സാധാരണ ഞാൻ വിളമ്പാതെ ഏട്ടൻ കഴിക്കാറില്ലല്ലോ. എടോ, താനെങ്കിൽ വിളമ്പി തന്നു വസുന്ധര, ഞാൻ കഴിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്. ഈ ഭക്ഷണം തന്റെ വയറ് നിറച്ചു, എന്നാൽ എനിക്കോ നിന്റെ സംസാരം കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. എന്നാ നമുക്ക് ഉറങ്ങിയാലോ? ഞങ്ങളെ ഒന്ന് ഒരുക്കാമോ? ആദ്യം എന്നെ ഒരുക്കച്ചാ. ആദ്യം എന്നെ റെഡിയാക്കച്ചാ. ആദ്യം എന്നെ ഒരുക്കണം. എന്നെ ഒരുക്കണം. എല്ലാരും ഒരുക്കാൻ എന്നെ ഒരുക്കച്ചാ. ആദ്യം എന്നെ ഒരുക്കണം. എനിക്കാ ചെയ്യേണ്ടത് ആദ്യം. അല്ല, എന്നെ ഒരുക്കണം. വഴക്കുണ്ടാക്കാതെ അച്ഛൻ നിങ്ങളെ രണ്ടുപേരെയും നന്നായിട്ട് ഒരുക്കിക്കോളും. ഏട്ടാ, എന്താ ഇതൊക്കെ? എന്റെ ജോലികളൊക്കെ ഏട്ടൻ ചെയ്യണോ? ഇങ്ങോട്ട് തന്നെ. തന്റെ കൈയാണെങ്കിൽ മുറിഞ്ഞിരിക്കല്ലേ? സാരമില്ല ഏട്ടാ, ഇത് എന്റെ ജോലിയാ. ആണോ? അങ്ങനെയാണെങ്കിൽ ആ വലത് കൈ കൊണ്ട് ആദ്യം ചീപ്പൊന്ന് വാങ്ങിച്ച. വലത് കൈ ഉണ്ട്. കൈ വേദനിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങതാ. ഈ കുട്ടികൾക്ക് വേണ്ടി ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. എന്റെ കയ്യിൽ മുറിവ് വന്നതുകൊണ്ട് കുട്ടികളുടെ ജോലി ഏട്ടൻ തന്നെ ചെയ്യുക. എത്ര നല്ല മനസ്സുണ്ടായിട്ടാ ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്ന. അയ്യോ അഭി, കുട്ടികളെ എന്താ നീ റെഡിയാക്കുന്നേ? ഞാനൊരാൾ ഇവിടെ ഉണ്ടല്ലോ. സാരല്ല ഏട്ടത്തി, എനിക്ക് ശീലമുള്ളതല്ലേ. എന്താ ഇത് വസു, നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അവള് ചെയ്യാൻ വേണ്ടിയിരുന്നതാ, ഞാനാ വേണ്ടെന്ന് പറഞ്ഞു.